ഹായ് നമസ്കാരം. ഞാൻ രേണുസുധിയാണ്. അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. കുറ്റം പറയാനാണെങ്കിലും അറിയാമല്ലോ. സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി, കുറ്റം പറയുന്നവർക്ക് നന്ദി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന എല്ലാവർക്കും നമസ്കാരം. രേണുസുധി എനിക്കും എന്നെ പോലെ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് രേണുസുധിക്ക് എതിരെ വീഡിയോ ചെയ്യുന്ന, രേണുസുധി കാണിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ രേണുസുധി വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രേണുസുധി ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകളെ ഇനാഗുറേഷന് വരുമ്പോൾ കാണിക്കുന്ന അബദ്ധങ്ങളെയും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. സുധി ചേട്ടന്റെ പേരും കൂടി കളയരുതേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേണുസുധി ഇന്നലെ രംഗത്ത് വന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്നെ പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ്സ് ആണ് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു യൂട്യൂബിൽ. എൻ്റെ കണ്ടന്റ്, എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ കുറേ പേര് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെ, ആ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. കുറ്റം പറഞ്ഞു എന്നല്ല പറയേണ്ട. രേണുസുധി ആ പറഞ്ഞ വാക്ക് തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു എന്ന് പറയുന്നതായിരിക്കും ഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ കുറ്റമല്ല പറയുന്നത്. കുറ്റം പറഞ്ഞ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ തെറ്റാണ്. അതിനെ കുറ്റമായിട്ട് കാണണ്ട, തെറ്റാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവുക. ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം, ഒറ്റ വാക്കിൽ പറയാം. നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടികളെല്ലാം ഡയറക്ട്ലി ബാധിക്കുന്ന സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിനെയാണ്, കൊല്ലം സുധി. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ സഹതാപവും കാര്യങ്ങളും രേണുവിനും മക്കൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്നേഹവും സഹതാപവും ഒറ്റ നിമിഷം കൊണ്ട് തട്ടിമറിച്ചെറിയുന്നത് പോലെയാണ് രേണുവിന്റെ പ്രവൃത്തികളെന്നാണ് മലയാളികളായ ഓരോ ജനങ്ങളും പറയുന്നത്. ഞാൻ അടങ്ങുന്നവർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കളങ്കപ്പെടുത്തരുത്. എനിക്ക് അതാണ് നിങ്ങളുടെ അടുത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അത് നിങ്ങൾ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ച് നോക്ക്. ചെയ്യുന്ന കോപ്രായങ്ങൾ സുധിയുടെ പേരിനല്ലേ ബാധിക്കുന്നെന്നുള്ളൊരു കാര്യം. എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ, വേറൊന്നുമല്ല. എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വ്യൂസ് കൂട്ടുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷം. ഞാൻ കാരണം അങ്ങനെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത്. ഓഹോ, അറിയാതെ പറയാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടിട്ട് സംസാരിച്ചതല്ല. നിങ്ങൾ പബ്ലിക്കിൽ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളെ വെച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം ഇത് ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഒരാളെ കുറിച്ചിട്ട് നമ്മൾ അവരുടെ തെറ്റോ കാര്യങ്ങളോ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് എത്തിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, നീയൊക്കെ പൈസ ഉണ്ടാക്കുന്നു, എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, എന്നെ വച്ച് പൈസ ഉണ്ടാക്കുന്നു, ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് കേട്ട് തഴമ്പിച്ച് മരവിച്ച് പോയതാ. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടെന്ന് പറഞ്ഞ് ഒരിക്കലും പിന്മാറത്തില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടിച്ച് കുത്തി കിണ്ടി കളച്ചെടുത്തോണ്ടല്ല നമ്മൾ വരുന്നതെന്നാണ് പറയാനുള്ളത്. അത് ഒരു വ്യക്തിയുടെ ലൈഫിലും കയറി ഇടിച്ച് നിരത്തിക്കൊണ്ട് വരാറില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്ന നാറികളെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണോ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്ടർ പൈസ തന്നെയാണ്. പിന്നെ എത്തിക്സ് വിട്ടുള്ള കളിയില്ല. പൈസ കിട്ടുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുമുണ്ട് എന്ന് വെച്ചിട്ട് എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിയും ഇന്നേ വരെ ഒരു വീഡിയോയിലും ചെയ്തിട്ടില്ല, ഇനിയൊട്ടും ചെയ്യത്തുമില്ല. സോ എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആരെയും വിട്ടിട്ട്, എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല. ഓ അങ്ങനെ രേണു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല, കാശുണ്ടാക്കുന്നില്ല, എനിക്ക് യൂട്യൂബ് ചാനലില്ല. നിങ്ങളുടെ അടുത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങല്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ കാണിക്കുന്ന കോപ്രായങ്ങളെക്കാളും എന്തുകൊണ്ടും അന്തസ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വ്ളോഗും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കാണിക്കുന്ന കോപ്രായങ്ങളെക്കാളും 100% പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ സുധി എന്ന് പറയുന്ന വ്യക്തിയെ വിറ്റിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ സുധിയുടെ പേരും പറഞ്ഞ് കരയാൻ വേണ്ടി മാത്രമായിരുന്നു. ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇരുന്നൊന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സുധി ചേട്ടന്റെ പേരും പറഞ്ഞ് കരഞ്ഞ് ഒരുപാട് ഇന്റർവ്യൂ എല്ലാ ചാനലിലും കൊടുത്തിട്ടുള്ള ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് ആൾക്കാരുടെ സഹതാപം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കോലത്തിലോട്ട് വന്ന മാറ്റമാണ് ആൾക്കാർ വിമർശിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി വീട്ടിയിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. മാന്യമായ എത്രയും റോളുകളും കാര്യങ്ങളൊക്കെ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ അഭിനയിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടമാണ്, പേഴ്സണൽ ഇഷ്ടമാണ്. എന്തായാലും ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ആയിട്ട് അങ്ങ് കൂട്ടിക്കോ. പ്രത്യേകിച്ച് സുധിച്ചേട്ടന് ഒരു പേരുണ്ട്, ഒരു സഹതാപമുണ്ട്. അത് കളങ്കപ്പെടുത്തരുത്, അത് വിലയില്ലാതെ ആക്കിക്കളയരുത്. അങ്ങേരുടെ വിലയും കൂടി കളയരുത്. ഇതൊക്കെയാണ് കുറച്ചായിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, ജീവിക്കുക, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അതിലൊന്നും നമുക്ക് കിണ്ടി കൃഷി നടത്താനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. എങ്കിലും പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അരോചകമായി തോന്നിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് പറയും, അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട്.
എനിക്ക് യൂട്യൂബ് ചാനലുമില്ല, എനിക്ക് ഇൻസ്റ്റയിൽ തൊട്ട് വരുമാനവും വരുന്നില്ല. അത് അറിയാവുന്നവർക്കറിയാം. എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല. ഞാനിപ്പം ചെറിയ ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. താങ്ക് യു. ഓക്കെ ചെറിയ ചെറിയ അഭിനയങ്ങൾ അഭിനയിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. എടേ, ഈ അഭിനയം എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ കാണിച്ച് മാത്രമേ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് സുധിച്ചേട്ടനുള്ള ഒരു പേരും വിലയും നിലയും കളയുന്ന രീതിയിൽ സുധിച്ചേട്ടന്റെ വൈഫ് അഭിനയിക്കണമോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു അമ്മാവൻ ചിന്താഗതി, പഴഞ്ചൻ ചിന്താഗതിയായിട്ടൊക്കെ തോന്നും. പക്ഷെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്നാലും എനിക്ക് തോന്നുന്നുണ്ട്, ഇവിടെ ആദ്യമായിട്ട് ബോൾഡായിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് രേണുസുധിയൊന്നും അല്ല, ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ ചെയ്യുന്നവരെ കണ്ടതുപോലെ അല്ല മലയാളികൾ രേണുവിനെ കണ്ടിട്ടുള്ള. സുധിച്ചേട്ടന്റെ ഭാര്യ, സുധിച്ചേട്ടനോടുള്ള ഒരു സ്നേഹവും സഹതാപമാണ് രേണുവിന്റെ അടുത്ത് ജനങ്ങൾക്കുള്ളത്. ആ രേണു പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രേണു സുധിച്ചേട്ടന്റെ ആരുമല്ല, സുധിച്ചേട്ടനായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ അല്ലാണ്ട് നേരിട്ട് വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ബോൾഡ് ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ എക്സ്പോസോ സെക്സി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആരും ഇത്രയും വിമർശിക്കത്തില്ല, ഇത്രയും പറയത്തില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് കോപ്രായം കാണിക്കാതെ എന്നേ പറയത്തുള്ളൂ. അല്ലാണ്ട് ഇത്രയും വിമർശനങ്ങൾ നിങ്ങൾക്ക് താങ്ങേണ്ടി വരത്തില്ലായിരുന്നു. ഇന്ന് ജനങ്ങൾ ഇത്രയും നിങ്ങളെ വിമർശിക്കുന്നതിന്റെ കേസ് നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സുധിച്ചേട്ടൻ ആ ഒരു പേരാണ്, ആ പേര് കളങ്കപ്പെടുത്താനാണ് ജനങ്ങൾ ഇവിടെ നിങ്ങളെ അനുവദിക്കാത്തത്. അത് നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളും കൊണ്ടാണ്. നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് വേണമെങ്കിൽ പോകാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പറയുന്നത് പോലെ നെഗറ്റീവ് റീച്ച് കിട്ടത്തില്ലല്ലോ. നെഗറ്റീവ് റീച്ച് കിട്ടണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണ്ടേ. മസാല സാധനം ചെയ്താലേ നെഗറ്റീവ് റീച്ച് ഇവിടെ കിട്ടത്തുള്ളൂ. പക്ഷെ ഈ നെഗറ്റീവ് റീച്ച് എന്നും ആൾക്കാർ കൂടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ ദിവസം രേണു ഓരോ വെറൈറ്റി വീഡിയോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്ക് അതിൽ കൈകടത്തേണ്ട കാര്യമില്ല. പക്ഷെ പബ്ലിക്കിൽ ഇടുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ പറയും. അത് താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് വീഡിയോ ഇടുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കേസിൽ വന്നിട്ട് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ വൈഫ്, അതാണ് വിഷയം. അല്ലെങ്കിൽ ഇത്രയും വിമർശനങ്ങൾ നിങ്ങൾക്ക് താങ്ങേണ്ടി വരത്തില്ല. ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുക. ഇനി നിങ്ങൾ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യം ഒന്ന് കേൾപ്പിക്കുക. മൈൻഡ് ചെയ്യാറില്ല. അത് ഞാൻ ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്. സുധിച്ചേട്ടന്റെ പ്രൊഫൈൽ മാറ്റിയിട്ട് വേണ്ടേ നിന്റെ ഈ അഴിഞ്ഞാട്ടം? എന്താ അഴിഞ്ഞാട്? ഞാൻ അഴിഞ്ഞാടിയോ? ഞാൻ അഭിനയിച്ചതല്ലേ. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ പറഞ്ഞു, ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ, ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ പറയത്തേ ഇല്ല. അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ. അത് ആരും അതിനകത്ത് ഇടപെടണം. ഞാൻ എന്ത് ഡ്രസ്സിന്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് അഭിനയിക്കണം, ഞാനും ഒരു മനുഷ്യനാണ്. ഈ ഒരു ഇന്ത്യ ഭൂഖണ്ഡത്തിൽ അല്ലേ, അങ്ങനെയാണോ പറയുന്നത്, അവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. അതൊക്കെ എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ. പിന്നെ എന്തിനാണ് ഇവറ്റകൾ ഇങ്ങനെ കിടന്ന് പറയുന്നത്? എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കമന്റ്, ഒരു പെണ്ണാണ്, അതൊരു പ്രൊഫൈൽ ഒറിജിനലാണ്. നീ സുധിച്ചേട്ടനോട് ഉണ്ടായിരുന്നപ്പോൾ നീ പിച്ചക്കാരിയായിട്ട് നടന്നു, ഇപ്പം നീ എന്നെ ഇങ്ങനെ നടക്കുന്നത്? അതിന് ഇവരാണോ കണ്ടത്? എന്നെ സുധിച്ചേട്ടൻ പിച്ചക്കാരിയായിട്ട് നടത്തിയെന്ന് ഇവരാണോ കാണുന്നത്? രേണു തന്നെ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, രേണുവിനെ വിമർശിക്കുന്ന കമന്റ്സ് രേണു മൈൻഡ് ചെയ്യാറില്ല. നെഗറ്റീവ് അല്ല കേട്ടോ, വിമർശനങ്ങളെയാണ് ഞാൻ പറയുന്നത്. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവരെ ബോഡി ഷെയിം ചെയ്യുന്നതും ഇവരെ ചീത്ത വിളിക്കുന്നതും വളരെ വൾഗാരിറ്റി നിറഞ്ഞ് സംസാരിക്കുന്ന നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പകരം ഇവരെ മാന്യമായി വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ കമന്റ്സ് ഞാൻ എന്നും മാനിക്കുന്നുണ്ട്. അങ്ങനെ കമന്റ്സ് ചെയ്യുന്നവരെ നെഗറ്റീവായിട്ടാണ് രേണു കാണുന്നത്. അവരെ നെഗറ്റീവായിട്ട് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അവർ പറയുന്ന കാര്യങ്ങളിൽ സത്യമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ രേണു ഇത്തരം കമന്റ്സ് ഒക്കെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് നെഗറ്റീവ് റീച്ചാണ് ആവശ്യമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഈ കമന്റ്സ് എല്ലാം കുരു പൊട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഫീൽ ആകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അത് ഈ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് രേണു ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്, കണ്ടു നോക്കാവുന്നു. ഇത് വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിരുന്നാൽ മതി. ഇതിന്റെ സൈഡിൽ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. സതി തിരിച്ചു കൊണ്ടുവരണം, ഭർത്താവ് മരിച്ചാൽ ഭാര്യ കൂടെ തീയിൽ ചാടണം, മരിക്കണം, സുധിച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിന്റെ 16 അടിയന്തരം കഴിഞ്ഞാന്. ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ, അതായത് രേണു പലപ്പോഴും പറയാറുണ്ടായിരുന്നു സുധിച്ചേട്ടൻ സുധിച്ചേട്ടൻ സുധിച്ചേട്ടൻ. ഈ പേര് പറഞ്ഞ് രേണു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവത്തില്ലടെ. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് മലയാളികൾക്ക് ഒരു സ്നേഹവും ബഹുമാനവും സഹതാപവും ഉണ്ട്. അത് രേണുവായിട്ട് കളഞ്ഞു വിളിക്കുന്ന പോലെ മലയാളികൾക്ക് തോന്നുന്നു. നാണമില്ലാത്തവൾ, വിധവയായ സ്ത്രീകൾക്ക് പോലും അപമാനം. ഇതാണോ ചേച്ചി പറഞ്ഞ ജീവിക്കാനുള്ള അഭിനയം? ജീവിക്കാനുള്ള അഭിനയം അത് സത്യമാണ് കേട്ടാ. ജീവിക്കാൻ വേണ്ടിയാണ് താൻ അഭിനയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചിരിപ്പിക്കല്ലേ. ഇത് ഒരു വിഷു ഫോട്ടോഷൂട്ട് ആണ് പറയാൻ തോന്നുന്നില്ല. അഭിനയിക്കുന്നത് തെറ്റല്ല, ബട്ട് നല്ല നല്ല റോളുകൾ ചെയ്യാമല്ലോ. ഇത് മഹാമോശമായിപ്പോയി. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. നല്ല നല്ല റോളുകൾ ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്യാമല്ലോ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നതിലും ഭേദം.
എന്തിനാ വല്ലവന്റെ ലൈഫിലൊക്കെ ഇടപെടുന്നത്? അവനവന്റെ കാര്യം നോക്കിയാൽ പോരെ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മാന്യമായ രീതിയിൽ എന്ത് അഭിപ്രായവും പറയാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവരവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകില്ല. അതിപ്പോ സമൂഹത്തിന് എന്താ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്നും കൊടുക്കുന്നതാണോ അവർ തിന്നുന്നത്? കഷ്ടം. അപ്പൊ ദേവിക മോഹൻ എന്ന് പറയുന്ന ഒരു ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പൂർണ്ണ പിന്തുണ നൽകി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആർക്കും അവർക്ക് ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരെന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്ക് പൂർണ്ണ പിന്തുണയാണ് അവർ നൽകുന്നത്. ഞാനപ്പോൾ അവരുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് നോക്കി. ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. മാന്യമായ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. മാന്യമായി അങ്ങനെ ലെവലിൽ അവർ പോകുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മൾ അതിൽ ഇടപെടുന്നില്ല. അങ്ങനെ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഇനി മറ്റൊരു കമന്റ് വയ്ക്കാം. വല്ലാത്തൊരു ജന്മം തന്നെ, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങളും രേണുവിന് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സപ്പോർട്ടും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നെഗറ്റീവും വരുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല, പ്രത്യേകിച്ച് അവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള. പക്ഷേ സുധിച്ചേട്ടന്റെ പേര് കളയുന്നു എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ രേണുവിനുണ്ട്. അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, വീണ്ടും വീണ്ടും അത് വഷളാക്കി കൊണ്ടുവരാതിരിക്കുക. കാരണം നാളെ ഈ സപ്പോർട്ട് ചെയ്യുന്ന 1-2 ആൾക്കാർ കൂടെ കാണത്തില്ല. നെഗറ്റീവ് റീച്ചാണ് വലുതെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നാൽ അത് വെറും താൽക്കാലികം മാത്രം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.